സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ പീച്ചിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. താമര വെള്ളച്ചാൽ കോളനിയിലെ പ്രഭാകരനാണ് ജീവൻ നഷ്ടമായത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ വനത്തിനകത്തേക്ക് പോയപ്പോഴായിരുന്നു അപകടം. അവര് രാവിലെ ഒരു 7 മണിക്ക് കഴിയുമ്പോഴാണ് ഇവിടുന്ന് പോയത്. ചീനിക്കായ പറക്കാനാണ് പോയത്. അങ്ങനെ പോയി ചീനിക്കായ പറക്കി നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ആന ഇത് വെച്ചാൽ വന്നത് കണ്ടില്ല. അങ്ങനെ മാമനെ അടിച്ചിടുക ചെയ്ത. അടിച്ച് കൂടെ മരുമോനും മോനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓടണേൻ്റെ അടിയിൽ ഈ ചെക്കനെ മരുമോനെ ഒരു അടി ആന അടിച്ചു. അപ്പോൾ അവന് ഏറ്റില്ല. പക്ഷെ മാമന് എനിക്ക് ഓടാൻ പറ്റിയില്ല. അതാണ് പറ്റി. അവൻ ഈ കായ പറക്കി നിൽക്കുന്ന സമയം അവൻ കണ്ടില്ല. ആനയുടെ മുന്നിൽ പോയി പെട്ടു. ആന തല്ലി താഴെ വീഴും. ഞങ്ങൾ സ്ഥിരമായി പോകുന്ന സ്ഥലമാണ് ഈ കാട്. ആദ്യമായിട്ടുണ്ടായതാണ് ഇങ്ങനത്തെ ഒരു സംഭവം. ഞങ്ങളുടെ ഈ പരിസരത്ത് ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. ഇത് ഞങ്ങൾ നടുക്കിച്ച് കളഞ്ഞു. ഞങ്ങളുടെ മനസ്സിന് തളർത്തിക്കുന്നു. വിശദാംശങ്ങളുമായി അരുൺ അമൃതാഥ് ചേരുന്നു. അരുൺ, വീണ്ടും ഒരു കാട്ടാന കലിയിലൂടെ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? മോത്തി, ഇന്ന് പുലർച്ചെയോടെയാണ് ഈ പീച്ചി താമര വെള്ളച്ചാൽ എന്ന് പറയുന്ന മേഖലയിൽ ഉൾവനത്തിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാനായി പോയതായിരുന്നു. പ്രഭാകരനും 3 പേരുണ്ടായിരുന്നു. മകനും മരുമകനുമാണ് ഉണ്ടായത്. പുലർച്ചയോടുകൂടി കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നു. പ്രഭാകരൻ നേരെ ആനയ്ക്ക് മുന്നിൽ അകപ്പെട്ടു. ഈ 2 പേർക്കെതിരെ ആന തിരിഞ്ഞെങ്കിലും ഇവർ ചിതറി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ്. പ്രഭാകരന് അവിടെ വെച്ച് തന്നെ ദാരുണാന്ത്യം സംഭവിച്ചു എന്നുള്ളതാണ് ബന്ധുക്കളൊക്കെ നമ്മളോട് കഴിഞ്ഞ മണിക്കൂറിൽ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. നിരന്തരമായി തന്നെ ഈ മേഖലയിൽ ഒക്കെ ഇത്തരത്തിൽ ഇവർ പതിവായി ഉൾവനത്തിലേക്കൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. പക്ഷേ സമീപകാലത്ത് ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്, ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. അതിൻ്റെ ആഘാതം ഈ നിവാസികൾക്ക്, വെള്ളച്ചാൽ നിവാസികൾക്ക് വിട്ടുമാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ബന്ധുക്കൾ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മളോട് പ്രതികരിച്ചത്. ഈ ഒരു മേഖല എന്ന് പറയുന്നത് ഉൾവനമായതിനാൽ തന്നെ റോഡ് ഗതാഗതം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് എത്തി സാഹചര്യം നിരീക്ഷിച്ചിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ ബോട്ട് മാർഗം ഈ മേഖലയിലേക്ക് മൃതദേഹം എത്തിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെ അരമണിക്കൂറിനകം തന്നെ ആ നടപടികൾ പൂർത്തിയാക്കി. ഏകദേശം 2 മണിക്ക് ശേഷത്തോടു കൂടി തന്നെ ഇങ്ങോട്ടേക്ക് മൃതദേഹം, ഈ കണ്ട ദൃശ്യങ്ങൾ കണ്ട വഴി ബോട്ട് മാർഗം പീച്ചി ഡാം ഭാഗത്തേക്ക് മൃതദേഹം എത്തിക്കുമെന്നുള്ള വിവരമാണ് വനവകുപ്പ് എന്തായാലും നമ്മളെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രഭാകരൻ എന്ന 60-കാരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഒരു ഭാഗത്ത് ആനയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനം, മറുഭാഗത്ത് കാട്ടാന ജീവൻ എടുക്കുന്നത് തുടർക്കഥയാകുന്ന സാഹചര്യം കൂടി. മോത്തി.